അസ്സലാമലൈക്കും. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഞാൻ യൂട്യൂബിലല്ല, ഇൻസ്റ്റ കണ്ടതാണ്. അപ്പോൾ പറയണമെന്ന് തോന്നി. അതിട്ട പാടുന്ന അതിട്ട് കുറച്ച് സെക്കൻഡുകളായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ കണ്ടു ന്യൂസ് ചാനലിൽ. പിന്നെ എന്താ ചെയ്യലേ, കഞ്ചാവ് വലിച്ച് ബസ് ഓടിച്ച് പറഞ്ഞിട്ട് ഓരോ ഇത് കേരളത്തിൽ എന്തൊക്കെയല്ലേ നടക്കുന്നത്. നമ്മളെങ്ങനെ വിശ്വസിച്ച് ബസ് കയറുക? എനിക്ക് ഭയങ്കര പേടി. കാരണം നമുക്കൊന്നും സ്വന്തം വണ്ടിയൊന്നുമില്ല. ഈ സ്വന്തം വണ്ടിയുള്ളവർക്ക് കുഴപ്പമില്ല, അവരുടെ മക്കളും അവരുടെ വൈഫും ഒക്കെ സേഫായിരിക്കും. കാരണം ഇങ്ങനെ വലിച്ചിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം മദ്യപിച്ചാൽ മനസ്സിലാവുന്നത്. മദ്യപിച്ചാൽ അതിൻ്റെ സ്മെല്ലുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ വലിച്ചാൽ നമ്മളെങ്ങനെ അറിയാം? എനിക്ക് പേടിയാവും അതെല്ലാം ഓർത്തിട്ട്. ഇങ്ങനെ ബസ് കയറുന്ന മക്കൾ സ്കൂളിൽ പോകുന്നത് ബസ്സിലല്ലേ, 2000 3000 പിന്നെ സ്കൂൾ ബസ്സിന് വാടക കൊടുത്ത് നമ്മളെപ്പോലെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മക്കളെ സ്കൂളിലേക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലൈൻ ബസ്സിന് പോകുമ്പോൾ ₹1 2 കൊടുത്താൽ മതി കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ എത്ര ആളെ മക്കൾ പോകുന്നുണ്ട് അങ്ങനെ. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ആ ന്യൂസ് എല്ലാ ന്യൂസ് ചാനലിലും ഉണ്ടായല്ലോ, അപ്പോൾ ഒക്കെ ഞാൻ എല്ലാം അത് കേട്ട് ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ എത്ര ആൾക്കാർ കുഞ്ഞു മക്കളെ കൊണ്ട് എന്തിന് പറയുന്നു? ഈ പാവപ്പെട്ട ഗർഭിണികൾ വരെ, ഞാൻ വരെ ഹോസ്പിറ്റലിൽ പോകുന്ന ബസ്സിൽ തന്നെയായിരുന്നു. ഓരോ മാസം 9ാം മാസം അഡ്മിറ്റ് ആകാൻ പോയത് പോലും ഞാൻ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ ഈ ഗർഭിണികൾ വരെ നമ്മൾ ഈ ഒരു ഡ്രൈവർ വിശ്വസിച്ചിട്ടല്ല നമ്മൾ കയറുന്നത്. ഭയങ്കര ടെൻഷൻ കേട്ടപ്പോൾ. മക്കൾ ബസ്സിൽ കയറുമ്പോഴെല്ലാം കാരണം ഡ്രൈവർ ബസ്സിൽ നമ്മൾ കയറുന്നു, നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നത് വരുന്നത്. ഡ്രൈവർ എങ്ങനെയാണോ, കണ്ടക്ടർ എങ്ങനെ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ അവരെ കാണുന്നു, അവരെ വിശ്വസിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറുന്നത്. ഇതേ അറിയുള്ളൂ. എന്തല്ലേ ബസ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് വരെ ചായ കുടിക്കാണ്ടല്ലോ, ആ ഇടവേളകളിൽ കഞ്ചാവ് കുടിക്കുന്നു പോലും. ഇതെല്ലാം കേട്ടിട്ടാണ് വല്ലാത്ത ബേജാറാണ്. നമ്മളെ നാട് പോയൊരു പോക്കേ. മെഡിക്കൽ കോളേജ് നമുക്കിപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ബെറ്ററായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാ സൗകര്യവും ഉള്ളത്. ഇവിടെ വലിയ സൗകര്യം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേഗം പറഞ്ഞു ഇവിടെ എങ്ങോട്ടാണ്, കോഴിക്കോടേക്കാണ്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം അല്ലെങ്കിൽ നമ്മളെങ്ങനെ പോകുന്നത്? ബസ്സിനാണ് പോകുന്നത്. പാവപ്പെട്ട നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് വണ്ടിയൊന്നുമില്ല. എന്തല്ലേ ചെയ്യണ്ടേ? മക്കളെ പോലും സ്കൂളിൽ വിടാൻ പറ്റാത്ത അവസ്ഥയായത്. കാലം പോയപ്പോൾ ഓക്കേ.